റഷ്യയിലെ ബ്രയാൻസ്കോയ്ക്ക് നേരെ ഉക്രൈൻ ഒരു ആക്രമണം നടത്തിയിരുന്നു. അതിന് മറുപടിയായിട്ട് ഡിനിപ്രോ സിറ്റിയിലേക്ക് റഷ്യ ഒരു മിസൈൽ അയച്ചു. അതും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അയച്ചത്. അപ്പം ഒരു യുദ്ധത്തിൻ്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആണവ യുദ്ധം വരുമോ എന്ന് പോലും പേടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നാറ്റോ രാജ്യങ്ങൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നതായും സൂചനയുണ്ട്. എങ്ങനെയാണ് നമുക്കതിനൊന്ന് കാണാൻ പറ്റുക? ഓക്കെ, അതിപ്പോൾ ഈ യുദ്ധം തുടങ്ങിയിട്ട് 1000 ദിവസത്തിലേറെയായി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പാമ്പും ചാവില്ല വടി ഒടിയില്ല എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. റഷ്യൻ ടാങ്കുകളൊക്കെ, അവർക്ക് ഇഷ്ടംപോലെ ടാങ്കുകളുണ്ടല്ലോ, വൻ ശക്തിയാണ്, യുക്രൈനിൽ കയറിയൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നു. അത് പക്ഷേ ഈ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കൊടുത്തിരിക്കുന്ന ഹിമാർസ് എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റം ഉണ്ട്. അതായത് ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം എന്നാണ് ഈ ഹിമാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ടാണ് ചെറുത്ത് നിന്നുകൊണ്ടിരുന്നത്. അതായത് റഷ്യയിലേക്ക് അകത്ത് റഷ്യ യുക്രൈൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന ടാങ്കുകളെ അടിച്ചു കളയാന്നുള്ളതായിരുന്നു അതിൻ്റെ രീതി. അപ്പോൾ ആ റഷ്യൻ ടാങ്കുകൾ ടോട്ടലി ഇൻഎഫക്റ്റീവായി. അതുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നാളായിട്ട്. റഷ്യ കുറേശ്ശെ ഇവരുടെ ഭൂമിയും പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് യുക്രൈനാണെങ്കിൽ കർസ്ക് റീജൻ അത് പിടിച്ചെടുക്കൽ, അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ യുദ്ധം നടക്കുന്നുണ്ട്, ആൾക്കാർ മരിക്കുന്നുണ്ട്. 1000 ദിവസം കഴിഞ്ഞു, എന്നാലും വലിയ പ്രശ്നമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുടിൻ ഒരു നടപടി സ്വീകരിച്ചു. പുടിൻ നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ഈ നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. ജനുവരി 20 മുമ്പ് റഷ്യയുടെ ടെറിട്ടറി പിടിച്ചെടുത്തിരിക്കുന്നത് തിരിച്ചു പിടിക്കണം. റഷ്യൻ ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർസ്ക് എന്ന് പറയുന്ന ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് സെലൻസ്കി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർസ്ക് യുക്രൈൻ്റെ കയ്യിലായിരിക്കുമ്പോൾ ഇനി നെഗോഷിയേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എളുപ്പമാവും. കാരണം ഞങ്ങളുടെ ഭൂമി തിരിച്ചു തരാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കർസ്ക് അങ്ങോട്ട് വിട്ടുതരാം. അതിന് വേണ്ടിയിട്ടാണ് ഈ കർസ്ക് അറ്റ് എനി കോസ്റ്റ് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെയും കൂടി കൊണ്ടുവന്നത്. പക്ഷേ നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ കൊണ്ടുവന്നത് കണ്ടപ്പോൾ ബൈഡൻ്റെ അതുവരെയുള്ള സംയമനമൊക്കെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അദ്ദേഹവും പോളിസി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതായത് നോർത്ത് കൊറിയൻ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിലൊരു കാര്യമില്ലാത്തതാണ്. വേറെ രാജ്യത്തു നിന്ന് ആൾക്കാർ വന്ന് യുക്രൈനെ ആക്രമിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ യുക്രൈനിന് ഒരു നിർദ്ദേശം നൽകി. ഇത്രയും നാൾ ഹിമാഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. അത് വിത്തിൻ യുക്രൈൻ ആക്രമിക്കാനായിരുന്നു. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് റഷ്യ ആക്രമിക്കാൻ ഇനി വേണമെങ്കിൽ തടസ്സമൊന്നും വിചാരിക്കേണ്ട, വേണമെങ്കിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് അറ്റാക്കംസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ദീർഘദൂര മിസൈൽസ് ഉണ്ട്, അത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അതായത് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം, അതാണ് ATACMS എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ആക്രമിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ അനുവാദം നൽകി. അതേപോലെ ഈ നോർത്ത് കൊറിയയുടെ പ്രശ്നം കാരണം ബ്രിട്ടൻ്റെയും പോളിസി അവർ ചേഞ്ച് ചെയ്തു. അവരുടെ സ്റ്റോം ഷാഡോ മിസൈൽസ് എന്ന് പറഞ്ഞുണ്ട്, അതും ഡീപ്പ് ഇൻസൈഡ് റഷ്യ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോം ഷാഡോ മിസൈൽസും അതേപോലെ അറ്റാക്കംസ് എന്ന് പറയുന്ന ഈ ലോങ് റേഞ്ച് മിസൈൽസ് കുറച്ച് ഉപയോഗിക്കാൻ തുടങ്ങി യുക്രൈൻ. അത് വന്നു കഴിഞ്ഞപ്പോൾ പുടിൻ്റെ സമനില തെറ്റി. അദ്ദേഹം ഇതുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു മിസൈൽ ഇവിടെ യുക്രൈനിലേക്ക് അയച്ചു. ആ സാധനം അയച്ചിരിക്കുന്നതിൻ്റെ പേര് ഒറഷ്നിക് എന്നാണ്. ഒറഷ്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്സൽനട്ട് എന്ന് ഉള്ള അർത്ഥമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഹെയ്സൽനട്ട് എന്ന്, ഹെയ്സൽ എന്ന് പറഞ്ഞാൽ H സൈലൻ്റാണ്, HAZEL അതാണ് ഹെയ്സൽ എന്നാണ്. പക്ഷെ സാധാരണ നമ്മൾ പറയുമ്പോൾ ഹെയ്സൽ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹെയ്സൽനട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതെടുത്ത് പ്രയോഗിച്ചു. അപ്പോൾ ഈ ഒറഷ്നിക് എന്ന് അതിന് പേരിടാനൊരു കാരണമുണ്ട്. ഒറഷ്നിക് അല്ലെങ്കിൽ ഹെയ്സൽനട്ട് എന്ന് പറയുന്ന ആ നട്ടായാലും ഫ്ലവറായാലും ട്രീക്കൊക്കെ ആ പേര് പറയും. അപ്പോൾ ഒറഷ്നിക്കിൻ്റെ തടി കൊണ്ടാണ് പണ്ട് കാലത്ത് റഷ്യക്കാർ ഈ ജോലിക്കാരെ തല്ലിയിരുന്നത്. ജോലി മര്യാദയ്ക്ക് ചെയ്യാത്ത ആൾക്കാരെ തല്ലി ജോലി ചെയ്യിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒറഷ്നിക്കിൻ്റെ തടി കൊണ്ടോ അല്ലെങ്കിൽ വടി കൊണ്ടൊക്കെയാണ്. അപ്പോൾ അതേപോലെ യുക്രൈനിനെ കുറേ നാളായി കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവണമല്ലോ, തല്ലി പഠിപ്പിക്കാൻ പോകണമെന്നുള്ള അർത്ഥത്തിലാണ് ഒരുപക്ഷെ ഇതിന് ഒറഷ്നിക് എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 times ദ സ്പീഡ് ഓഫ് സൗണ്ടാണ്. അതിൽ കൂടുതൽ 10 times കൂടുതലാണ്, 10 മാക്സിൽ കൂടുതലാണ് അതിൻ്റെ സ്പീഡ്. അപ്പോൾ റഷ്യയിൽ നിന്ന് ഇത് തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് യുക്രൈനിന് ചേർത്ത് നൽകാൻ പറ്റില്ല. കാരണം യുക്രൈനിലെത്താൻ 2 മിനിറ്റ് മതി. അത് അവിടെ നിന്ന് പുറപ്പെട്ട് സാധനമൊക്കെ എടുത്ത് അങ്ങോട്ട് തിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സാധനം എത്തേണ്ടടുത്ത് എത്തും. അപ്പോൾ ഈ പ്രാവശ്യം പുടിൻ അത് അയച്ചത് പ്യൂഡൻമാഷ് എന്ന് പറയുന്ന സ്ഥലത്താണ്.
ദാറ്റ് ഈസ് നിയർ ഡിനിപ്രോ സിറ്റിയിലുള്ള പിവുഡൻ മാഷ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വിട്ടത്. അപ്പോൾ ഈ പിവുഡൻ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഐക്കോണിക് പ്ലേസ്. അതായത് റഷ്യയുടെ ഭാഗമായിരുന്നു യുക്രൈൻ ഒരു കാലത്ത്. അന്ന് റഷ്യയുടെയും ഇപ്പോഴത്തെ യുക്രൈൻ്റെയും എല്ലാം അന്നത്തെ വലിയ USSR സോവിയറ്റ് യൂണിയൻ്റെ മിസൈൽസ് അധികം ഉണ്ടാക്കിയിരുന്ന ഒരു സ്ഥലമാണത്, ഈ പിവുഡൻ മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ അടിക്കുന്നതുകൊണ്ട് കാര്യമായിട്ട് വി മീൻ ബിസിനസ് കാര്യമായിട്ടുള്ളൊരു അടി ആണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ്. സാധാരണ ഈ പറയുന്ന ഒറഷ്നിക് എന്ന് പറയുന്ന സാധനം അയക്കുമ്പോൾ, അതായത് 10 times ദ സ്പീഡ് ഓഫ് സൗണ്ടാണ് അത് അയക്കുമ്പോൾ അതിൽ ന്യൂക്ലിയർ വാർ ഹെഡ്സ് ഉണ്ടാവും. അത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴേക്കും അത് 5 or 6 സ്ഥലത്ത് അതിൽ നിന്നും ഈ ന്യൂക്ലിയർ വാർ ഹെഡ്സ് വീഴും, 5-6 ഉണ്ടാവും. അപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വെറുതെ നമ്മൾ കാലി വണ്ടി ഓടിക്കില്ലോ, KSRTC ബസ്സിൽ ഓൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളെ കയറ്റാതെ എന്ന് പറഞ്ഞ പോലെ ആളൊന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, വാർ ഹെഡ്സ് ഒന്നുമില്ല, അങ്ങനെയാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളൊരു വാണിംഗ് തരിക. അതെ, ഇത് ചെറുത്ത് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ചെറുക്കാനായിട്ട് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ കയ്യിൽ ഒരു സാധനമില്ല. അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് ഇടപെട്ടാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന പാശ്ചാത്യ ശക്തികളുണ്ടല്ലോ, അവർ കൊടുക്കുന്ന ആയുധങ്ങൾ അത് എവിടെ നിന്നാണ് കൊടുക്കുന്നത്, ആരാണ് കൊടുക്കുന്നതെന്ന് ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങൾ അവിടേക്കും അയക്കും. ചെറുക്കാൻ പറ്റുമെങ്കിൽ ചെറുത്തോ. അത് തൊട്ടടുത്ത് ഇപ്പോൾ പോളണ്ടിനെ ഒന്ന് ലക്ഷ്യമാക്കണുണ്ട്. അവിടെ ഈ പോളണ്ടിൻ്റെ ബോർഡറിൽ, റഷ്യയുമായിട്ടുള്ള ബോർഡറിൽ മിസൈൽ ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പുതിയ അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് റഷ്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. പുടിൻ പറഞ്ഞതും ചില കാര്യങ്ങളുണ്ടല്ലോ അല്ലേ, അതായത് ഞങ്ങൾ ഇതുവരെ ആണവായുധം ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഞങ്ങളെ ഒരു ആണവായുധമില്ലാത്ത രാജ്യം ആക്രമിക്കുമ്പോൾ അവരെ സഹായിക്കുന്ന ഒരു ആണവ രാജ്യമാണെങ്കിൽ ഞങ്ങൾ അവരെ സഖ്യകക്ഷികളായിട്ട് ചേർത്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യും അല്ലെ. എന്ന് അമേരിക്ക നൽകുന്ന ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ മുന്നിൽ വെച്ചിട്ടല്ലേ പറഞ്ഞത്. അതായത് ഇപ്പോൾ യുക്രൈനെതിരെ ഇപ്പോഴത്തെ റഷ്യയുടെ നിയമം അനുസരിച്ച് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പാടില്ല, കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ഇവർക്കില്ല. പക്ഷേ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യം യുക്രൈനെ സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കെയർ ഓഫിൽ യുക്രൈനെ തിരിച്ച് ഇതാണ്. അപ്പം അതുകൊണ്ട് പല രാജ്യങ്ങളിലും നോർവേ, സ്വീഡൻ ഒക്കെ അവർ ഈ ആണവായുധം അല്ലെങ്കിൽ ആണവ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സുരക്ഷിതമായ ബങ്കറുകളും മറ്റു സ്ഥലത്തൊക്കെ താമസിക്കാനും അതിനുവേണ്ട പ്രാക്ടീസൊക്കെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സന്ദേശം അയക്കുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെയ്റ്റോ ആണെങ്കിൽ ദേ ആർ കണ്ടക്ടിങ് ലൈവ് ഫയർ ടാങ്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞിട്ട് ടാങ്ക് അതായത് യഥാർത്ഥ യുദ്ധത്തിൽ കാണിക്കുന്ന പോലെ ഫയറിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ടാങ്കിൻ്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഇപ്പോൾ പുതിയതായിട്ട് നടക്കുന്നത്. പിന്നെ എയർ പെട്രോൾസ് ഓൺ ബാൾട്ടിക് സീ. അപ്പോൾ ബാൾട്ടിക് സീ വഴി എന്തെങ്കിലും ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് നേരിടാനും അത് നേരത്തെ കണ്ടു മനസ്സിലാക്കാനായിട്ട് അവിടെ റിക്കണൈസൻസ് പ്ലെയിനും എയർക്രാഫ്റ്റൊക്കെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർവേ, സ്വീഡനൊക്കെ ഇപ്പോൾ ഓൾറെഡി അവർ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു ആൾക്കാർക്ക്. പിന്നെ ഈ പോളണ്ട് മിസൈൽ സിസ്റ്റത്തെ ആക്രമിക്കുമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വളരെ ഒരു ഭീതിതമായ അന്തരീക്ഷമാണ്. പക്ഷേ ഇപ്പോൾ ആകെ ഒരു പ്രതീക്ഷയുള്ളത് ട്രംപിലാണ്. കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തിനുള്ളിൽ ഇത് തീർക്കാം എന്നാണ്. ആ ഒറ്റ ദിവസം എന്നുള്ളത് നമ്മളത് ലിറ്ററൽ സെൻസിൽ എടുക്കണ്ട, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം അദ്ദേഹത്തിന് അതിന് ഉള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പുടിനുമായിട്ട് നല്ല ടൈംസിൽ, ഹി ഹാസ് ഓൾവേസ് ബീൻ ഓൺ ഗുഡ് ടൈംസ് വിത്ത് പുടിൻ. അപ്പോൾ പുടിനെ ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലൻസ്കിക്ക് ട്രംപിനോടും വലിയ താല്പര്യമില്ല, ട്രംപിനും സെലൻസ്കിയോടും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലൻസ്കിക്ക് അറിയാം ട്രംപ് അത് പ്രശ്നമല്ല, ട്രംപിൻ്റെ അടുത്ത് അതും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. മാത്രമല്ല ട്രംപ് മറ്റു പല കാര്യങ്ങളുമാണ് നോക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി അമേരിക്ക ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന തുക $70 billion ആണ്. $70 billion എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര നമ്പർ നോക്കുമ്പോൾ കുറച്ച് തുക വലിയ അങ്ങേയറ്റത്തെ തുകയാവും. അതുകൊണ്ട് ഇതുവരെ പ്രത്യേകിച്ച് യുദ്ധം ജയിക്കാനുള്ള ഒരു സംഭവം നടക്കുന്നില്ല. ഈ $70 billion കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും വെടിപൊട്ടിക്കാമെന്നല്ലാതെ ഇതൊരു സ്റ്റെയിൽമേറ്റാണ്. ജയിക്കുന്ന സാഹചര്യമില്ല. അത് തന്നെയല്ല
യുക്രൈനെ തോപ്പിച്ചില്ലെങ്കിൽ പോലും യുക്രൈൻ്റെ ലാർജ് ചങ്ക്സ് ഓഫ് ലാൻഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജനങ്ങൾ ഒരുപാട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അത് പോകുന്നത്. ലാർജ് ചങ്ക്സ് ഓഫ് ലാൻഡ് നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഈ സെലൻസ്കിയോട് പറയാൻ പോകുന്നത് ഇനി യുദ്ധം തുടരേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഭൂമി കുറേയൊക്കെ റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും, കുറച്ച് ഒരു കൺസെഷൻസൊക്കെ നടത്തേണ്ടി വരും. പക്ഷേ അതൊക്കെ കൺസെഷൻ നടത്തില്ല എന്നുള്ളതായിരുന്നു സെലൻസ്കിയുടെ സ്റ്റാൻഡ്. ഞങ്ങളുടെ ഭൂമി പിടിച്ചു വെച്ച് അത് ഒരു ഇഞ്ച് പോലും വിട്ടുതരില്ല എന്നുള്ളതായിരുന്നു സ്റ്റാൻഡ്. പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ടും അമേരിക്കയുടെ പണവും കൂടാതെ സെലൻസ്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ $70 ബില്യൺ കൊടുത്ത് ഓൾറെഡി കഴിഞ്ഞ നിലയ്ക്ക് ട്രംപാണെങ്കിൽ ഇനി ഒരു പൈസ കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അപ്പം അതുകൊണ്ട് എനിവേ സെലൻസ്കി നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് അടുക്കും. പിന്നെ പുടിനായിട്ട് ഇപ്പോൾ ഓൾറെഡി ലോഹ്യമുണ്ട് ട്രംപിന്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ട് ചെറിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും. മാത്രമല്ല ഇനിയിപ്പോൾ ട്രംപ് പറഞ്ഞിട്ട് പുടിൻ ഒന്നും കേട്ടില്ലെങ്കിൽ പിന്നെ അതിനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ഇതേപോലെ ഈ സെലൻസ്കിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ യുക്രൈന് കൊടുക്കുന്ന സപ്പോർട്ട് ഞങ്ങൾ ഇനി വീണ്ടും യാതൊരു ഉപാധികളും ഇല്ലാതെ കൊടുത്തോണ്ടേ. സത്യത്തിൽ അങ്ങനെ ഒരു ട്രംപിനെ കൊണ്ട് എത്തിക്കുന്നത് ബൈഡൻ അല്ലേ? ബൈഡൻ ഭരണകൂടം എന്തായാലും ഭരണം കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന വഴിക്ക് യുദ്ധം അവസാനിക്കരുത് എന്നുള്ള ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യത്തിനനുസരിച്ച് ബൈഡൻ കളിക്കുന്ന കളിയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ. അതായത് ഡെമോക്രാറ്റുകൾക്ക് ഒരിക്കലും ഈ പറയുന്ന റഷ്യയുടെ അടുത്ത് ഈ ട്രംപ് കൂട്ടുകൂടുന്ന ഇഷ്ടമല്ല. മാത്രമല്ല യുദ്ധം അവസാനിക്കാതെ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകണം. അപ്പോൾ ട്രംപ് ഇടപെട്ട് 26 മണിക്കൂറിനുള്ളിൽ യുദ്ധം തീർക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ തീർത്താൽ അത് ട്രംപിന് വലിയൊരു നേട്ടമാണ്. അതുണ്ടാകാൻ പാടില്ല. ട്രംപ് ഭരിക്കുമ്പോൾ 4 വർഷം അവിടെ അസംതൃപ്തി ഉണ്ടാകണം, യുദ്ധം ഉണ്ടാകണം, പ്രശ്നങ്ങളുണ്ടാകണം. അപ്പോൾ ബൈഡൻ ഇപ്പോൾ ഈ എരുതിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ ട്രംപിന് ഇത് ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ RS-26 റൂബസ് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലാണ് യൂസ് ചെയ്തത്. അതിനകത്ത് ജൈവ ആണവ ആയുധങ്ങളുടെ പോർമുനകൾ വെക്കാമായിരുന്നു. പക്ഷെ അവർ വെക്കാഞ്ഞതാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ശക്തി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കൃത്യമായിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ അമേരിക്ക അതിനകത്ത് വീണ്ടും അങ്ങോട്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രംപുമായിട്ടും പുടിനുമായിട്ടുള്ള ബന്ധം വഷളാവും. ഇതായിരിക്കും അവർ ലക്ഷ്യം വെക്കുന്നത്. അത് ലക്ഷ്യമുണ്ട്. പിന്നെ ബൈഡൻ അങ്ങനെ ദ്രോഹബുദ്ധി ഉണ്ടോ എന്നറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ കൊണ്ടുവന്നതാണ് ഈ പ്രശ്നമായത്. നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ ഇപ്പോൾ ഇവിടെ യുക്രൈനു വേണ്ടിയിട്ട് ബ്രിട്ടനോ അല്ലെങ്കിൽ അമേരിക്കൻ സോൾജേഴ്സ് ഒന്നും പോയിട്ട് അവിടെ യുദ്ധം ചെയ്യാൻ നിൽക്കണില്ലല്ലോ. അപ്പോൾ ഈ നോർത്ത് കൊറിയയിൽ ഇങ്ങനെ കൊണ്ടുവന്നതാണ് പ്രശ്നമായത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നൊരു പ്രൊവോക്കേഷൻ വന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ ബൈഡന് എന്തായാലും ട്രംപ് ഇത് പെട്ടെന്ന് അങ്ങോട്ട് പരിഹരിച്ച് മിടുക്കനാകുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെ, എന്തായാലും നാറ്റോ രാജ്യങ്ങളൊന്നും കരുതിയിരിക്കുകയാണ് അല്ലേ? വേണമെങ്കിൽ ചിലപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ കുറെ പേരുടെ ആണവായുധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്ക തിരിച്ചടിച്ചാൽ ഒരു വലിയ പ്രശ്നമല്ലേ? ആണവ യുദ്ധമായി മാറില്ലേ? ഏതായാലും അമേരിക്കയുടെ അല്ലെങ്കിൽ നേറ്റോയുടെ ശക്തി ഒന്നും റഷ്യക്ക് ഉണ്ടാവില്ല. റഷ്യക്ക് ശക്തിയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. പക്ഷേ അമേരിക്കയുടെയും നേറ്റോയുടെയും കമ്പൈൻഡ് സ്ട്രെങ്ത്തിന് മുമ്പിൽ റഷ്യക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോൾ യുക്രൈൻ നേറ്റോയുടെ ഭാഗമല്ലാത്തതുകൊണ്ടാണ് ഈ ആക്രമിക്കാൻ ഇത്രയും ധൈര്യപ്പെടുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പുടിൻ ഇത് ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈൻ നേറ്റോയുടെ ഭാഗമാകാൻ ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. കാരണം നേറ്റോയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ആക്രമിക്കുമ്പോൾ മൊത്തം നേറ്റോ ആയിട്ട് യുദ്ധം ചെയ്യണം. അതുകൊണ്ടാണ് നേറ്റോയിൽ ചേരുന്നതിന് മുമ്പേ തന്നെ ആക്രമിച്ചത്. അപ്പോൾ ഈ നാറ്റോ രാജ്യങ്ങൾ എന്താണ് അടുത്ത ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുടെയും പോലെ ഉള്ളതല്ല ഈ പുടിൻ്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പ്രാവശ്യം റഷ്യയിലെ ഒരു സ്കൂൾ ഉണ്ട്. അവിടെ കയറിയിട്ട് ഈ ഭീകരവാദികൾ സ്കൂള് വളഞ്ഞ് അവരെയൊക്കെ കുട്ടികളെ ബന്ദികളായിട്ട് പിടിച്ചു, ബസ്ലൻ എന്ന് പറയുന്ന സ്ഥലത്ത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കുറേ ഈ ടെററിസ്റ്റിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവരെ വിട്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിള്ളേരെ കൊണ്ട് പോയിക്കോ, ഞങ്ങളൊരു കുഴപ്പത്തിനുമില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പുടിനോട് പറഞ്ഞത് വഴങ്ങ് എത്ര കുട്ടികളാണ്. 500 കുട്ടികൾ കൊല്ലപ്പെട്ടു ഈ ഭീകരവാദികൾ ആക്രമിച്ചിട്ട്. എന്നിട്ടും ഈ പുടിൻ വഴങ്ങിയില്ല, ഒരു ബന്ധിയും വിട്ടുകൊടുത്തില്ല, അവരെ തട്ടിക്കളഞ്ഞു. അതാണ് പുടിൻ്റെ മനസ്സിലിരിക്കുന്നത്. സാധാരണക്കാരുടെ പോലെ അല്ല, ഭയങ്കര ഡിറ്റർമിനേഷനുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഈ സോവിയറ്റ് ഭരണകൂടത്തിലും പുടിന് പങ്കുണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് വളർന്നു വന്ന പുടിൻ കഴിഞ്ഞ ഒരു 20 വർഷം 2000-ന് ശേഷം റഷ്യയുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് മാറി നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പവർഫുൾ മാൻ എന്ന് പറയുന്നത് പുടിൻ തന്നെയാണ് അല്ലേ? അപ്പോൾ ഒരു റഷ്യയിലെ പഴയ സർ ചക്രവർത്തിയുടെ കൂട്ടുള്ള ഒരു സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുടിനെ നിസ്സാരമായി കാണണ്ട. അത് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യുന്നതല്ല. അപ്പോൾ നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഒന്ന് പോരാട്ടത്തിറങ്ങുമ്പോൾ ഒന്ന്
പതുങ്ങും അതെ, അല്ലേ, അത്രേ എന്നിട്ട് ഉള്ളൂ. അതിനുള്ളൊരു ആക്രമണം അല്ല, ഉണ്ടാവും. അറ്റ് എനി കോസ്റ്റ് അത് അവോയ്ഡ് ചെയ്യാനും ശ്രമിക്കുള്ളൂ, അത് വേറെ കേസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.